ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തേന്ന് പറയുന്ന ഒരു ക്രിസ്മസ് വൈബ് വീഡിയോ ആണ്. നമ്മൾ 3 പേരൂടെ പ്രസ്റ്റൺ സിറ്റി സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുൾ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷൻസും ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. മീൽക്കുട്ടൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് കൂടെ ആണല്ലോ. അപ്പോൾ നമ്മൾ അവളെയും കൊണ്ട് പോയി അവിടുത്തെ ഡെക്കറേഷൻസും അവൾക്കിതൊന്നും മനസ്സിലാവാറായിട്ടില്ല. ബട്ട് നമ്മളൂടെ എൻജോയ് ചെയ്തു. അവൾ ലൈറ്റ്സൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആൾ നല്ല ഉറക്കമായിരുന്നു. കാറിലൊക്കെ ഇരുന്ന് ഉറക്കമായിരുന്നു. അവിടെ ചെന്നിട്ടും കുറച്ച് നേരം ഉറക്കമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഉണർന്നു. അതുവരെ നമ്മൾ ചുറ്റും നടന്ന് ഇതൊക്കെ കണ്ടു. എന്നിട്ട് അവൾക്കൊരു ക്രിസ്മസ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി. പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേനും ടോയ്സ് കണ്ടു, അത് വാങ്ങി. എന്നിട്ട് നമ്മൾ ഫിഷർ ഗേറ്റിൽ പോയി. നമ്മൾ ഫിഷർ ഗേറ്റിൽ പോയത് തന്നെ അവിടെ സാന്റാ മാജിക് എലിവേറ്റർ എന്ന് പറയുന്നൊരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ ഡെക്കറേഷൻസാണ് ഈ കാണുന്നത്. അവിടെ ഫുൾ ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളും ക്രിസ്മസ് ട്രീയും ഒരു ഡിയറിനെയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബ്ലൂ ബട്ടണെ ഞെക്കുമ്പോഴത്തേക്കിനും ഈ ഡിയർ പാട്ട് പാടും. അതൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവളും ഉണർന്നു. എന്നിട്ട് അവളെ നമ്മൾ സ്ട്രോളറിൽ നിന്ന് എടുത്തിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ലൈറ്റ്സും ആൾക്കാരും ബഹളവും ഡെക്കറേഷൻസും ഒക്കെ കണ്ട് ആളും ഭയങ്കര ആക്റ്റീവായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതാണ് എൻട്രൻസ്, എലിവേറ്ററിലോട്ട് കയറാനുള്ള. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൾ ഫുൾ പാലൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടിനും വിശന്ന് ഞങ്ങൾ തളർന്നിരിക്കുമായിരുന്നു. എലിവേറ്ററിനകത്ത് കയറുമ്പോഴത്തേനും നമുക്കിങ്ങനെ ഒരു ഇലൂഷൻ പോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡിസ്പ്ലേ സ്ക്രീന് വീഡിയോസൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് എലിവേറ്റർ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ബട്ട് ഇറ്റ്സ് ആൻ ഇലൂഷൻ. So, we take all the Christmas trees and take them to all the families across the... They do. ആ കൂട്ടത്തിൽ വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു, വേറൊരു ഫാമിലി ഒരു കുട്ടി. അപ്പോൾ അവളെ കൊണ്ടാണ് അതിൻ്റെ ഡോർ ബെല്ലൊക്കെ ഞെക്കി ആ ഡോറൊക്കെ ഓപ്പൺ ചെയ്യിക്കുന്നത്. അപ്പം അവളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഡോർ ഓപ്പൺ ചെയ്ത് ഒരു പാത്ത് വേയിലൂടെ പോകും. അവിടെ ഫുൾ ഡെക്കറേറ്റഡ് ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. അത് കഴിഞ്ഞിട്ട് സാൻഡയെ കണ്ടു. സാൻഡയുടെ അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അവർ ഫോട്ടോ എടുത്ത് നമുക്ക് പ്രിൻ്റ് ഔട്ട്സൊക്കെ തന്നു. എന്നിട്ട് നമ്മൾ കഴിക്കാൻ 2 ഷവർമയൊക്കെ പുറത്തിറങ്ങി വാങ്ങി കഴിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ കാറിലിരുന്ന് അവൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടിക്കുട്ടിയും കൊണ്ട്. അപ്പോൾ ഇതാണ് സാൻഡയുടെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഫോട്ടോസിൻ്റെ പ്രിൻ്റ് ഔട്ട്. അത് അവരൊരു ഡോമിൽ ഒരു മാഗ്നറ്റ്, ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മാഗ്നറ്റിനകത്ത്, പിന്നെ അല്ലാണ്ട് 2-3 പ്രിൻറ്റ്സ് ഒക്കെ നമുക്ക് തന്നു വിട്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ദിവസത്തെ അടിപൊളി ഡേ ആയിരുന്നു. അപ്പോൾ ബൈ ഗായ്.